ഹലോ, വെൽക്കം ടു മാക്സിയോൺ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി ഗ്രൂപ്പ് തിയറിയുടെയും അതേപോലെ തന്നെ നമ്പർ തിയറിയുടെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിനകത്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിന് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നമുക്ക് വരുന്നത്. അപ്പം ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിനകത്ത് ഗ്രൂപ്പും അതേപോലെ തന്നെ നമ്പർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 8 ഇൻ എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 16 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സൈക്ലിക് ഗ്രൂപ്പിനകത്ത് എത്ര ഓർഡർ, അതായത് 8 ഓർഡർ, ഇവിടെ 16 ഓർഡർ ഗ്രൂപ്പാണ്, സൈക്ലിക് ഗ്രൂപ്പാണ്, അതിനകത്ത് 8 ഓർഡർ എലമെന്റ്സുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സുകൾ കാണാൻ വേണ്ടിയിട്ട് ഒരു സൈക്ലിക് ഗ്രൂപ്പിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ ഡി, ഒരു പർട്ടിക്കുലർ ഓർഡറിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടു ഫൈ ഓഫ് ഡി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അതായത് ഒരു പർട്ടിക്കുലർ ഓർഡറിലുള്ള കാണാൻ വേണ്ടിയിട്ട് ഫൈ ഓഫ് ഡി നമുക്ക് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് വേണം? ഡി ഡിവൈഡ്സ് എൻ ആയിരിക്കണം. ഡി ഡിവൈഡ്സ് എൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഫൈ ഓഫ് ഡി എന്ന് എഴുതാനായിട്ട് പറ്റുള്ളൂ. അത് നമുക്ക് ബേസിക് ഐഡിയ ആണ്. കാരണം നമുക്ക് ലഗ്രാഞ്ചസ് തിയറത്തിന്റെ ഒരു ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ലഗ്രാഞ്ചസ് തിയറത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്പർ ഓഫ് എലമെന്റ്സ്, ഒരു എലമെന്റിന്റെ ഓർഡർ, ഒരു എലമെന്റിന്റെ ഓർഡർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡി ഡിവൈഡ്സ് എൻ ആണെങ്കിൽ, 8 ഓർഡറിലുള്ളത് ഡി ഡിവൈഡ്സ് എൻ ആണെങ്കിൽ ഫൈ ഓഫ് ഡി എലമെന്റ്സുകളായിരിക്കും എവിടെ ഉണ്ടാവുക? നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സുകളായിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? ഓർഡർ 8 ഉള്ള എലമെന്റ്സുകൾ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 8 ഡിവൈഡ് 16 ആണെന്ന് നമുക്കറിയാം അല്ലേ? 8 ഡിവൈഡ്സ് 16 ആണ്. സോ ഫൈ ഓഫ് 8 എന്ന് വരും. ഫൈ ഓഫ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ഫൈ ഓഫ് പി റേസ് ടു എൻ എന്ന് പറയുന്നതിന് നമുക്ക് പി റേസ് ടു എൻ മൈനസ് പി റേസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഫൈ ഓഫ് 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ എന്നായിരിക്കും വരുന്നുണ്ടാവുക. അതായത് 8 മൈനസ് 4 എന്ന് വരും. 8 മൈനസ് 4 ഈക്വൽ ടു നമുക്ക് എത്രയായിരിക്കും? 4 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 5 ഇൻ എ സിമെട്രിക് ഗ്രൂപ്പ് S5. S5നകത്ത് 5 ഓർഡറിലുള്ള എത്ര എലമെന്റ്സുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമുക്കൊരു സൈക്ലിക് ഗ്രൂപ്പിലാണ്, ഇവിടെ നമുക്കൊരു പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിനകത്ത് എങ്ങനെയാണ് നമ്പർ ഓഫ് എലമെന്റ്സുകൾ കാണാൻ പറ്റുക എന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് S5 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. S5നകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 5 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ 5നെ നമ്മളൊന്ന് പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ 5നെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്, അതായത് ഏതാണോ ഇവിടുത്തെ n, അതായത് ഇവിടെ നമുക്ക് S5 ആയതുകൊണ്ട് ആ n നമ്മൾ എടുക്കുന്നു. n എന്ന് പറയുന്ന 5നെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. n എന്ന് പറയുന്ന 5നെ പാർട്ടീഷൻ ചെയ്യാൻ എങ്ങനെ ചെയ്യാം? 4, 5 ഒരു പാർട്ടീഷനാണ്. 4+1 എന്ന് പറയുന്ന അടുത്തൊരു പാർട്ടീഷനാണ്. 3+1+1 എന്ന് പറയുന്ന അടുത്ത പാർട്ടീഷനാണ്. പിന്നെ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 2+1+1+1 എന്ന് പറയുന്നൊരു പാർട്ടീഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് 1+1+1+1 എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ നമുക്കൊരു 2+3 എന്ന് പറയുന്ന പാർട്ടീഷൻ ഉണ്ടാവും. പിന്നെയോ 3+2+1 എന്ന് പറയുന്ന പാർട്ടീഷൻ ഉണ്ടാവും. ഇത്രയുമാണ് നമുക്ക് 5ന്റെ പാർട്ടീഷൻസുകൾ നമുക്ക് വരുന്നുണ്ടാവും. അതായത് 5ന് ഇത്രയും രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി ഓരോന്നിൻ്റെയും എലമെന്റ്സ് നമ്മൾ നോക്കുക. 5 എടുത്തു കഴിഞ്ഞാൽ LCM നമുക്ക് എന്തായിരിക്കും? 5 ആയിരിക്കും. അതായത് ഓരോ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ LCM നമുക്ക് 5 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി 4ൻ്റെയും 1ൻ്റെയും LCM എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തായിരിക്കും? 4 ആയിരിക്കും. 3ൻ്റെയും 1ൻ്റെയും LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? 3 ആയിരിക്കും. 2ൻ്റെയും 1ൻ്റെയും LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ആയിരിക്കും. 1ൻ്റെ LCM എന്ന് പറയുന്നത് 1 ആയിരിക്കും. 2ൻ്റെയും 3ൻ്റെയും LCM നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 6 ആയിരിക്കും. എഗെയിൻ 2ൻ്റെയും 3ൻ്റെയും 1ൻ്റെ LCM എടുത്തു കഴിഞ്ഞാലും 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 5 ആണ് ചോദിച്ചത്. അപ്പോൾ LCM 5 വരുന്ന പാർട്ടീഷൻ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ LCM 5 വരുന്ന പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ആകെ ഈ ഒരു പാർട്ടീഷൻ മാത്രമാണ് നമുക്ക് LCM 5 ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. ഒരൊറ്റ പാർട്ടീഷൻ, ഒരു 5 സൈക്കിൾ എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് 4 എലമെന്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 4 ആയിരുന്നു ചോദിച്ചെങ്കിൽ ഇവിടെ നമുക്ക് ഇതാ 4 എലമെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 4 സൈക്കിളും ഒരു 1 സൈക്കിളും എന്നായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് LCM 5 അല്ലെങ്കിൽ ഓർഡർ 5 ആയിട്ടുള്ള നമ്പർ ഓഫ് എലമെന്റ്സുകളാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ നമ്പർ ഓഫ് എലമെന്റ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 റേസ് ടു ആൽഫ 1 ഇൻറ്റു 2 റേസ് ടു ആൽഫ 2 ഇൻറ്റു 3 റേസ് ടു ആൽഫ 3 എക്സെട്ര നമുക്ക് എന്തായിരിക്കും?
n റേസ് ടു ആൽഫ n. മാത്രം പോരാ, ആൽഫ 1 ഫാക്ടോറിയൽ, ആൽഫ 2 ഫാക്ടോറിയൽ എക്സെട്ര ആൽഫ n ഫാക്ടോറിയൽ എന്ന് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നമ്പർ ഓഫ് എലമെന്റ്സുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ നമുക്ക് വരുന്ന സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5⁻1 മാത്രമാണ്. സോ 5⁻1 ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്ന് വരുന്നുണ്ടാവും. ഇനി ഇൻ കേസ് നമുക്ക് അവിടെ വരുന്നത് LCM 4 ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ഓർഡർ 4 ഉള്ളതാണ് നമ്മളോട് ചോദിച്ചെങ്കിൽ നമുക്ക് എന്ത് വരുമായിരുന്നു? നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഓർഡർ ആയിരുന്നു നമ്മളോട് ചോദിച്ചെങ്കിൽ അവിടെ നമുക്ക് എടുക്കേണ്ട എന്താണ്? ഇതാണ് നമുക്ക് 4 1 എന്ന് പറയുന്ന കോമ്പിനേഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4⁻1 ഇൻറ്റു 1⁻1 എന്നുണ്ടാവും. ഇൻറ്റു ബാക്കി മേലെയുള്ള പവറുകളുടെ ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്ന് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് 5ന്റെ ഓർഡർ ഓഫ് 5 ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5⁻1 5 ആണ്, 1ന്റെ ഫാക്ടോറിയൽ 1 ആണ്. സോ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1ൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? 5നെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 24 എന്ന് വരുന്നുണ്ടാവും. അപ്പോൾ 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്കൊരു പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് തന്നു കഴിഞ്ഞാൽ ആ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ n അല്ലെങ്കിൽ ഓർഡർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കാം. ഇനി ഇതിപ്പോൾ 4 എലമെന്റ്സിന്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 4 നമ്മൾ നോക്കുകയാണെങ്കിൽ 4ന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് ഇതേപോലെ കാണുന്ന സമയത്ത് 5 ഫാക്ടോറിയൽ ബൈ 4 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അത്രയും നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 4 ആണ് നമുക്ക് ഈ ഒരു സിമെട്രിക് ഗ്രൂപ്പ് S5നകത്ത് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. A ബിലോങ്സ് ടു സെഡും P ഈസ് എ പ്രൈമും ആണെങ്കിൽ, P ഒരു പ്രൈമും ആണ്, നോട്ട് ഡിവൈഡിങ് എനെ ഡിവൈഡ് ചെയ്യാത്തൊരു പ്രൈമാണ്. അങ്ങനെയാണെങ്കിൽ P എന്തിനെ ഡിവൈഡ് ചെയ്യും? P ഡിവൈഡ്സ് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ആണ്. a⁻p−1 കോൺഗ്രുവൻറ്റ് ടു P mod n 1 mod P എന്നാണ് നമുക്ക് എന്ത് വരിക? നമ്മുടെ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം നമുക്ക് വരുന്നുണ്ടാവാം. a⁻p−1 കോൺഗ്രുവൻറ്റ് ടു 1 mod P ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ a⁻p−1 കോൺഗ്രുവൻറ്റ് ടു 1 mod P ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് a⁻p−1 -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഡിവൈഡ് ചെയ്യും? ഡിവൈഡ്സ് P എന്ന് പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ P ഡിവൈഡ്സ് നമുക്ക് എന്തായിരിക്കും? a⁻p−1 -1 എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം അറിയാമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും നമുക്ക് ഫെർമാറ്റ്സ് തിയറം ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുന്നതാണ്. A കോൺഗ്രുവൻറ്റ് ടു B mod M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a-b ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് m എന്നാണ് വരുന്നുണ്ടാവുക. നേരത്തെ നമ്മളിവിടെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് a⁻p−1 കോൺഗ്രുവൻറ്റ് 1 mod P കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? a⁻p−1 -1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് P എന്നാണ് നമുക്ക് ഇവിടെ നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അതിനർത്ഥം P ഡിവൈഡ്സ് എന്തായിരിക്കും? a⁻p−1 -1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് A കോൺഗ്രുവൻറ്റ് ടു B mod M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a-b ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് m എന്നാണ് വരുന്നുണ്ടാവുക. അപ്പം ആ ഒരു കാര്യം തന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഫെർമാറ്റ്സ് തിയറം തന്നെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. അത് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ഓപ്ഷൻ എയിൽ നമുക്ക് വരുന്നത് 12⁻25 കോൺഗ്രുവൻറ്റ് ടു 2 mod 5 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 2 mod 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രൈം ആയിട്ട് നമുക്ക് എന്തെടുക്കാം? P ആയിട്ട് നമുക്ക് 5 എടുക്കാം. അപ്പോൾ P = 5 ആണെങ്കിൽ നമുക്ക് A ആയിട്ട് നമുക്ക് 12 ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫെർമാറ്റ്സ് തിയറം പ്രകാരം എന്താണ് ഫെർമാറ്റ്സ് തിയറം? a⁻p−1 കോൺഗ്രുവൻറ്റ് ടു 1 mod P എന്നുള്ളതാണ് ഫെർമാറ്റ്സ് തിയറം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? 12⁻5 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 1 mod P ആണ്, അല്ലെങ്കിൽ 1 mod 5 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ 12⁻5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ടാവും? 12⁻4 ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് 12⁻4 കോൺഗ്രുവൻറ്റ് ടു 1 mod 5 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ 12 mod 4 കോൺഗ്രുവൻറ്റ് ടു 1 mod 5 ആണെങ്കിൽ നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ ഒക്കെ എന്ത് തരുന്നുണ്ടാവും? 1 mod 5 തരുന്നുണ്ടാവും. അതായത് 12⁻24 എന്ത് തരുന്നുണ്ടാവും? 1 mod 5 നമുക്ക് തരുന്നുണ്ടാവും. അതായത് 12⁻4 1 ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ 4ന്റെ മൾട്ടിപ്പിൾ ഒക്കെ നമുക്ക് സെയിം റിമൈൻഡർ ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ 12⁻24 കോൺഗ്രുവൻറ്റ് ടു നമുക്ക് എന്ത് തരുന്നുണ്ടാവും? 1 mod 5 എന്ന് വരുന്നുണ്ടാവും. അപ്പോൾ 12⁻25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 12⁻25 എന്ന് പറയുന്നത് 12⁻24 + 1 ആണ് നമുക്ക് വരുന്നുണ്ടാവുക, അല്ലേ? 12⁻24 + 1 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 12⁻24 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ നമുക്ക് എന്ത് പറയാം 12^25 കോൺഗ്രുവൻറ്റ് ടു നമുക്ക് 12^24 എന്ന് പറയുന്നത് 1 ആയിരിക്കും, ബാക്കി നമുക്ക് 12 ആയിരിക്കും. 12 mod 5 എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 12 mod 5 എന്ന് പറഞ്ഞാൽ 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ റിമൈൻഡർ എന്തായിരിക്കും 2 ആയിരിക്കും. സോ 2 mod 5 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ 12^25 കോൺഗ്രുവൻറ്റ് ടു 2 mod 25 എന്ന് വരും. സോ ഓപ്ഷൻ എ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഒക്കെ നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. നമുക്ക് നോട്ട് ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ട്രൂ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഫോൾസ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി ഇത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് മറ്റൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിനകത്ത് നമ്മൾ നോക്കുക 5, 11 ആൻഡ് 7 ഇത് മൂന്നും പ്രൈമുകളാണ്. അവിടെ പ്രൈം അല്ലാതെ വരുന്നത് 6 മാത്രമാണ്. അങ്ങനെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നമ്മൾ പറയുകയാണെങ്കിൽ 13^121 കോൺഗ്രുവൻറ്റ് ടു 2 mod 11 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2 mod 11 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 13 നമുക്ക് എ ആയിട്ട് നമുക്ക് 13ഉം പ്രൈം ആയിട്ട് നമുക്ക് ഇവിടെ വരുന്ന എന്താണ് 11 എടുത്ത് കളയാം. അപ്പോൾ a⁻p−1 കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്ന് പറയുന്ന നമ്മുടെ ഫെർമാറ്റ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 13^11 കോൺഗ്രുവൻറ്റ് ടു 1 mod 11 ആയിരിക്കും. അതായത് 13^10 എന്ന് പറയുന്നത് എന്തായിരിക്കും 1 mod 11 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ 13^10 കോൺഗ്രുവൻറ്റ് ടു 1 mod 11 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 121 അതായത് 13^121 എങ്ങനെ എഴുതാം 13^10 അല്ലെങ്കിൽ 120 എഴുതാം അല്ലേ. 10 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 ആണ്. 120 + 1 എന്ന് നമുക്ക് എഴുതാം. അതായത് 13^121 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13^120 എന്ന് പറയുന്നത് എന്തായിരിക്കും 1 mod 11 ആയിരിക്കും. ബാക്കി നമുക്ക് 13 mod 11 എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 13 mod 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും 13നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആയിരിക്കും റിമൈൻഡർ വരുന്നുണ്ടാവുക. അപ്പോൾ 13 - 2 ഡിവിസിബിൾ ബൈ 11 അല്ലെങ്കിൽ 13 കോൺഗ്രുവൻറ്റ് ടു 2 mod 11 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഓപ്ഷൻ ബിയും അതായത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോട്ട് ട്രൂ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമുക്ക് ഗ്രൂപ്പ് തിയറിയും അതേപോലെ തന്നെ നമ്പർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു സൈക്ലിക് ഗ്രൂപ്പിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് കാണുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് കാണുക എന്നുള്ളതും ഫെർമാറ്റ് ലിറ്റിൽ തിയറി ഉപയോഗിച്ചുകൊണ്ടുള്ള 2 ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്